വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. കുഞ്ഞുണ്ണി മാഷ്. അതിന് ഏലിയൊന്നല്ല മാണ്ടേ, അതിന് പുസ്തക. ഇതെന്താ ബഷീറിന്റെ ആടാ? ഏത് ബഷീറിന്റെ? വൈക്കം മുഹമ്മദ് ബഷീർ. ഒന്നും എത്രയാണെടാ മജീദേ? ഉമ്മിണി വല്യൊന്ന്. നീ മജീദല്ലടാ, മണ്ട ശിരോമണിയാ. ഞാനാ. പേരെന്താ? ബഷീർ. എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. എല്ലാവർക്കും പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമാണല്ലോ. നമുക്ക് ലൈബ്രറിയിലേക്ക് പോവാറേ? जय 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 हे। എടി നീ എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണേ? നീ എന്താ കഴിക്കണേ? എനിക്കുന്താ. എന്നാ ഞാൻ ഇവിടെ ചുമ്മാ ഇരുന്നതാ. നീ ഇന്ന് മാത്സ് ഹോംവർക്ക് ചെയ്തിരുന്നോ? ഇല്ല. നീ ഇന്നലെ ലൈബ്രറിയിൽ നിന്ന് എടുത്ത ബുക്ക് വായിച്ചോ? ഏയ് എനിക്കൊന്നും വയ്യ, എനിക്ക് മടിയാ. നീ എന്ത് ഈ ബുക്കൊന്നും വായിക്കാത്തത്? എനിക്കാണ് ഈ ബുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സർപ്പേക്കിനെ എന്ന് പറഞ്ഞ ബുക്കാണ് എടുത്തത്. അതിൽ നല്ല കഥകളുണ്ട്, വായിക്കാൻ നല്ല രസമാണ്. ഞാനിന്നലെ വീട്ടിൽ പോയി ഒറ്റ ഇരിപ്പിലാണ് അത് വായിച്ചു തീർത്തത്. സർപ്പേക്കിനം എന്ന ബുക്കിൽ ബഷീറിന് 6-8 വയസ്സുള്ളപ്പോൾ ബഷീറിൻ്റെ കാലിൽ പാമ്പ് ചുറ്റി.
അവിടെ നിന്നിരുന്ന യുവതികളും ബഷീറും നന്നായി പേടിച്ചു. അവിടുന്ന് ഇവിടുന്ന് യുവതികളുടെ ശബ്ദം കേട്ടിട്ട് ആളുകൾ ഓടി വന്നു. എന്നിട്ട് പാമ്പിനെ നോക്കിയപ്പോൾ പാമ്പ് എഴഞ്ഞു പോയി. അങ്ങനെയാണോ? സാരമായ സംഭവങ്ങളെ പോലും ഹാസ്യത്തിന്റെ മെൻപൊടി ചേർത്ത് വളരെ ലളിതമായും രസകരമായും എഴുതലാണ് അദ്ദേഹത്തിന്റെ രീതി. വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നു. ഏറ്റവും വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ജനകീയനായ എഴുത്തുകാരനായിരുന്നു ബഷീർ. പത്മനാഭ പൈ പത്രാധിപരായിരുന്ന ജെ കേസരിയിൽ പ്രസിദ്ധീകരിച്ച തങ്കം ആണ് ആദ്യത്തെ കഥ. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി, കാലാതിവർത്തിയായി. ബഷീറിന്റെ നീലവെളിച്ചം എന്ന മൂലകഥയുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ഭാർഗവി നിലയം. മതിലുകൾ, ബാല്യകാലസഖി എന്ന നോവലുകൾ സിനിമയായിട്ടുണ്ട്. നിഘണ്ടുവിൽ പോലും കാണാൻ കഴിയാത്ത വാക്കുകളാണ് ബഷീർ സാഹിത്യത്തിന്റെ പ്രത്യേകത. ഇമ്മിണി ബല്യ ഒന്ന്, ചിരി പിടിയോളം, ലൊടുക്കൂസ്, ബടുക്കൂസ്, ബുദ്ധൂസ് എന്നീ പദങ്ങൾ അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചു. 1943 ഇറങ്ങിയ പ്രേമലേഖനമായിരുന്നു ആദ്യ കൃതി. ഇന്റെ പൂപ്പാക്കൊരാനുണ്ടാർന്ന്. ആനവാരിയും പൊൻകുരിശും, പാത്തുമ്മായുടെ ആട്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, ശബ്ദങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. എടി, ആ ബുക്ക് എനിക്ക് തരൂ, ഞാൻ പെട്ടെന്ന് വായിച്ചിട്ട് തരാം. എന്നാ നീ ഇത് കൊണ്ടുപോയിക്കോ, നല്ല രസമുള്ള കഥയാണ്. വായിച്ചതിന് ശേഷം തിരിച്ചു തന്നാൽ മതി. ടീച്ചർ